ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് മൂഡ് സ്വിങ്സ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻ്റ് ആയ സമയത്ത് എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാരണം എനിക്ക് വാട്സപ്പിൽ ആയി കഴിഞ്ഞാലും ഇൻസ്റ്റയിൽ വളരെ കുറച്ച് ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ല മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൂഡ് സ്വിങ്സ് ഇൻ പ്രഗ്നൻസി. അധികം ആൾക്കാരും, അധികം എന്നല്ല എല്ലാവരും, പ്രഗ്നൻ്റ് ആയ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രഗ്നൻ്റ് ആയതിനു ശേഷം പ്രഗ്നൻസിയിൽ നമുക്ക് ഉടനീളം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് ഫസ്റ്റ് ട്രിമിസ്റ്ററിലായിരിക്കും, ചില ആൾക്കാർക്ക് സെക്കൻഡ് ട്രിമിസ്റ്ററിലായിരിക്കും, ചില ആൾക്കാർക്ക് ഡെലിവറി അടുപ്പിക്കുന്ന സമയത്തായിരിക്കും, അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലായിരിക്കും. അപ്പം നമുക്കതിപ്പം പറയാൻ പറ്റില്ല. ഇന്ന സമയത്ത് നമുക്ക് സന്തോഷം വരുവാണോ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമുക്ക് സങ്കടം വരുവാണോ, ദേഷ്യം വരുവാണോ, എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരിക്കലും ഇത് കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഇതൊരിക്കലും, ഞാൻ പറയട്ടെ, ഈ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നല്ലോണം എഫക്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ കൂടെയുള്ളവർക്കായിരിക്കും. ഓഫ് കോഴ്സ് എന്തായാലും അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ അതിനേക്കാളും കൂടുതൽ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അതുകൊണ്ട് സഫർ ചെയ്യുന്നുണ്ടാവും. കാരണം ഇവർക്ക് ഈ പ്രഗ്നൻ്റ് ആയവർക്ക് എപ്പോഴാണ് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്, അതായത് സങ്കടം വരുന്നത്, ദേഷ്യം വരുന്നത് ഒന്നും പറയാൻ പറ്റില്ല. സന്തോഷം വന്നാൽ കുഴപ്പമില്ല, അല്ലെ, കൂടെ നിൽക്കുന്ന ആൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ സങ്കടം, ദേഷ്യമൊക്കെ വരുവാണെങ്കിൽ അതിനെ കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കൂടെ നിൽക്കുന്നവർക്കായിരിക്കും. അവർക്ക് മനസ്സിലാവില്ല ഇവരെന്തിനായി പെട്ടെന്ന് ദേഷ്യം പിടിച്ചത്, അല്ലെങ്കിൽ ഇവരെന്തിനായി പെട്ടെന്ന് സങ്കടപ്പെട്ട് കരയുന്നത്, ഒന്നും മനസ്സിലാവാണ്ടിരിക്കും. അപ്പോൾ കൂടെ നിൽക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, പ്രഗ്നൻസിയിലെ ഹോർമോൺസിൻ്റെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് വ്യതിചലനങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അല്ലേ. പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുന്ന, പെട്ടെന്ന് ആ ഒരു ഹോർമോണിൽ നമുക്ക് പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഹോർമോൺസ് അല്ല പ്രഗ്നൻ്റ് ആയവർക്ക് ഉണ്ടാവുന്നത്. സോ അവിടെ ഉണ്ടാവുന്ന ഹോർമോൺസിന്, അതല്ലാതെ തന്നെ പല പല ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഹോർമോൺസിൻ്റെ ഒക്കെ ഓരോ കളികൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ അത് നിങ്ങൾ കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കുക. ഇവർ മനഃപൂർവ്വം നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നതല്ല. അവരിപ്പം അങ്ങനെ പ്രഗ്നൻ്റ് ആയവർ നിങ്ങളുടെ അടുത്ത് ഹാഷായിട്ട് സംസാരിക്കുന്നുണ്ട്, പെട്ടെന്ന് ദേഷ്യം പിടിച്ച് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് നിങ്ങളുടെ അടുത്ത് വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ മനസ്സിൽ വെച്ചിട്ടല്ല നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് എന്നുള്ള കാര്യം ദയവേദിട്ട് കൂടെ നിൽക്കുന്നവരൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് ഒന്ന് പുറത്ത് വരാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് എഫക്റ്റ് ആവുന്നത് പാർട്ട്നേഴ്സിനായിരിക്കും. കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സാണല്ലോ കൂടെ തന്നെ ഉണ്ടാവുന്നതും. അതുപോലെ ഒരു പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി ഏറ്റവും കൂടുതൽ അവരുടെ ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കുന്നതും പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. സോ സങ്കടമായാലും ദേഷ്യമായി കഴിഞ്ഞാലും അതുപോലെ സന്തോഷമായി കഴിഞ്ഞാലും അവർ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് പാർട്ട്നേഴ്സിനോട് തന്നെ ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത്, അതായത് നാട്ടിലൊക്കെ കൂടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് കൂടെ നിൽക്കുന്നവർക്ക്. ഇപ്പം അബ്രോഡൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ പുറത്തായിരിക്കും, അങ്ങനെ അത് സഫർ ചെയ്യേണ്ടി വരില്ല. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടവർ അവരമ്മമാരായിരിക്കും. അപ്പം എനിക്ക് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഏട്ടൻ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മേൻ്റെ കൂടെ ഉണ്ടായത്. അപ്പോൾ എൻ്റെ ദേഷ്യമായി കഴിഞ്ഞാലും എൻ്റെ സങ്കടമായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഞാൻ കാണിച്ചിരുന്നത് അമ്മേൻ്റെ അടുത്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ച് സംസാരിച്ച, കാരണം അതുവരെ അല്ലാത്തൊരു ഞാനായിരുന്നു പിന്നെ ഉണ്ടായത്. എന്തിനും ഏതിനും പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, നമുക്ക് മനസ്സിലാവില്ല ഇതെന്തിനാണ് ഞാൻ ദേഷ്യം പിടിച്ചിട്ട് എന്നുള്ളത്. സോ അപ്പം നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരുടെ അടുത്ത് മനസ്സിലാക്കി പെരുമാറിയാൽ ഒരു പരിധി വരെ ഈ ഒരു മൂഡ് സ്വിങ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാനും സാധിക്കും. ഓക്കെ, അത് ഈ പറഞ്ഞതുപോലെ ഹോർമോൺസിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. പിന്നെ അവരുടെ ബോഡിയിൽ പെട്ടെന്ന് ചേഞ്ചസ് ഒക്കെ സംഭവിക്കുന്നത്, അത് അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നില്ല. പിന്നെ ചില ആൾക്കാർക്ക് കംപ്ലീറ്റ് റെസ്റ്റ് പറയുന്ന ആൾക്കാരുണ്ടാകും. ഇങ്ങനെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് റെസ്റ്റ് ഉണ്ടാകും. പിന്നെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും കുറച്ചെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ് അവർക്ക് വരും. നമ്മൾ വിചാരിച്ചതുപോലെ പുറത്ത് അങ്ങനെ പോകുന്നവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ
കുറച്ച് വിഭാഗം ആൾക്കാരെയാണ്. ഇപ്പം ഞാനൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്ര വരെ പുറത്തൊക്കെ പോയി ഓടിച്ചാടി കളിച്ച് നടന്ന ഞാൻ പിന്നെ ഈ ഒരു പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഫുള്ള് വീട്ടിൽ തന്നെയായിരുന്നു. ആകെ പുറത്തിറങ്ങുന്നത് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോകുന്നതും അവിടുന്ന് തിരിച്ച് വീട്ടിലേക്കും, അല്ലാതെ ഞാൻ വേറെ ഒരു സ്ഥലത്ത് എൻ്റെ ആ പ്രഗ്നൻസിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. 9 മന്ത് ഫുൾ ടൈം വീട്ടിൽ തന്നെ. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഇറിറ്റേഷനാണോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായ ഒരു സമയമായിരുന്നു അപ്പോൾ. കാരണം അതുവരെ ഇങ്ങനെ പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്ത് നടന്ന ഞാൻ നമുക്ക് മാമേനെ ആലോചിച്ചിട്ട് അതുകൊണ്ട് വലിയതായ രീതിയിൽ അത് ഞാൻ അതിനെ ഓവർകം ചെയ്തു എന്ന് പറയാം. എൻ്റെ വാവയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, ആ കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നത് കൊണ്ട് ഓക്കെ. പക്ഷെ എന്നാലും നമുക്ക് എന്ത് പറഞ്ഞാലും ആ ഒരു ഇറിറ്റേഷൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാകും. അത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ദേഷ്യമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മൂഡ് സ്വിങ്സ് ആയിട്ട് പുറത്ത് വരാം. ഇതിപ്പോൾ ഞാൻ ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം അതാണല്ലോ മെയിനായിട്ട് പാർട്ട്നേഴ്സ് തമ്മിലടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മളെക്കുറിച്ചൊരു മോശം ചിന്താഗതിയൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത് രണ്ടും മെയിനായിട്ട് പറയുന്നത്. ഹാപ്പി ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഹാപ്പി അല്ലേ. പിന്നെ ഒരു മൂഡ് സ്വിങ്സ് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൊമിറ്റിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അവർ വിചാരിച്ച ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചിലപ്പം ഫുഡ് കാണുന്ന സമയത്ത് ഒക്കെ അത് കഴിക്കണം, നമുക്കത് ഇഷ്ടപ്പെടും, നമുക്കത് കഴിക്കണം, ഭയങ്കര കൊതിയൊക്കെ ഉണ്ടാവും കഴിക്കാനുള്ള. അത് നമ്മളെടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് അതിൻ്റെ സ്മെല്ല് നമുക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുത്തുനിന്ന് കാണുമ്പോഴോ അല്ലെങ്കിൽ ഈവൺ അതിൻ്റെ ഒരു സ്പൂൺ ടേസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്പൂൺ കഴിച്ചതിന് ടേസ്റ്റ് പറ്റാതിരുന്നാൽ അത് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല. അത്രയും ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചതായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ് വീട്ടിൽ ചെയ്തതായിരിക്കാം. അപ്പം അത്രയും ആഗ്രഹിച്ചിട്ട് അത് കഴിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച് നിന്നിട്ട് അത് കഴിക്കാൻ പറ്റാതിരിക്കുമ്പം അതൊരു ഇറിറ്റേഷൻ ആകും, ചിലപ്പോൾ അത് ദേഷ്യമായിട്ട് പുറത്ത് വരും. അതൊക്കെ ഈ ഒരു ഹോർമോൺസിൻ്റെ മേജർ പ്ലേ തന്നെയാണെന്ന് പറയും. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റത്തെ അത് ഞാനൊരു പ്രഗ്നൻസിയുടെ എക്സ്പീരിയൻസ് പറയുമ്പം പറയാം. എനിക്ക് നല്ല രീതിയിൽ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. സോ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്കതിപ്പം വേണം, എനിക്കത് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ തോന്നി ഞാനത് എടുത്ത് ചിലപ്പം കാണുമ്പോൾ നമുക്കിപ്പം ചിലപ്പോൾ ഫോൺ നോക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ടി വിയിലൊക്കെ എന്തെങ്കിലും ആഡൊക്കെ വരും വന്ന ഫുഡ് കണ്ട് ഞാൻ അതിപ്പോൾ കഴിക്കാൻ കൊള്ളായിരുന്നു എന്ന് തോന്നും. അത് കഴിക്കാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് സ്മെല്ല് പറ്റില്ല, ചിലപ്പോൾ നേരിട്ട് കാണുന്ന സമയത്ത് അതിന് എനിക്ക് ഇഷ്ടപ്പെടില്ല, അപ്പം ഞാൻ വൊമിറ്റ് ചെയ്യും. ഞാൻ ആക്കിയ ചെയ്യോ എനിക്കത് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും. പിന്നെ ദേഷ്യം വരും അതുകൊണ്ട്, പിന്നെ വിചാരിച്ച കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ നേരാമണം ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു മൂഡ് സ്വിങ്സിന് ഏറ്റവും വലിയൊരു കാരണം തന്നെയാണ് ഉറക്കം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു 7 to 8 hours എന്തായാലും ആൾക്കാർ ഉറങ്ങണം എന്നാണ് പറയുന്നത്. പ്രഗ്നൻ്റ് ആയ ലേഡീസ് കമ്പൽസറി ആയിട്ടും 7 to 8 hours ഉറങ്ങണം. ചിലവർക്ക് ഈ പറയുന്നത് പോലെ ഡെലിവറി ഒക്കെ എടുക്കാനാവുന്ന സമയത്ത് 3rd trimester ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിൻ്റെ വലിപ്പം കൊണ്ട് ചിലപ്പം ഉറങ്ങാൻ പറ്റണം എന്നില്ല. ശരിക്കും നടുവേദന വരാം, കാലുവേദന വരാം, മസിൽ പിടുത്തം വരാം. ഇതൊക്കെ കൊണ്ട് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ കഴിയണമെന്നില്ല. ഒക്കെ 3rd trimester എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് ഉറങ്ങാനേ സാധിക്കില്ല, മസിൽ പിടിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊന്നും ഒരു 2nd trimester തൊട്ടിട്ട് എനിക്ക് മസിൽ പിടുത്തം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3rd trimester ഒക്കെ ആയപ്പോൾ നല്ല രീതിയിൽ വന്നു. അപ്പം ഉറങ്ങാൻ സാധിക്കില്ല, ചിലപ്പോൾ നല്ല ഉറക്കത്തു നിന്നായിരിക്കും ഒരു മസിൽ പിടുത്തൊക്കെ വരുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറക്കമേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടില്ലെങ്കിലും അത് നെക്സ്റ്റ് ഡേ നമുക്കതൊരു മൂഡ് സ്വിങ്സ് ആയിട്ട് അങ്ങ് വരും. നമുക്കൊരു ഇറിറ്റബിലിറ്റി ഉണ്ടാകും, നമുക്ക് പ്രോപ്പറായിട്ട് ക്ഷീണമുണ്ട്, നമ്മുടെ ഫിസിക്കലി നമ്മൾ നല്ല വീക്കാണ് അല്ലെങ്കിൽ ഫിസിക്കലി നല്ല ക്ഷീണം ഉണ്ടാവും, പക്ഷെ നമുക്ക് പ്രോപ്പർ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓരോ പെയിന് കാര്യങ്ങളൊക്കെ കൊണ്ട്. അതൊക്കെ ഒരു മൂഡ് സ്വിങ്സിന് ഒരു ഭാഗമാവാം. സോ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് മൂഡ് സ്വിങ്സിൻ്റെ കുറച്ച് കാരണങ്ങളായിട്ട് തോന്നുന്നത്. കാരണം ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇതേ എക്സ്പീരിയൻസ് ആവണം എല്ലാവർക്കും എന്നില്ല. ഇപ്പം മൂഡ് സ്വിങ്സ് ഒന്നും ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ട് എൻ്റെ പ്രഗ്നൻസി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സോട് കൂടി കംപ്ലീറ്റ് എല്ലാ ട്രിമിസ്റ്ററും മൂഡ് സ്വിങ്സ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരോ ആളുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. സോ ഓരോ പ്രഗ്നൻറ്റ് ലേഡീസും ഡിഫറെൻ്റ് ആണ്. ആരെയും ദയവ് ചെയ്തിട്ട് ഒരു പ്രഗ്നൻറ്റ് ലേഡീനെ മറ്റൊരു പ്രഗ്നൻറ്റ് ലേഡീനെ വെച്ചിട്ട് ആരും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമ്മളെ കൂടെ നിൽക്കുന്നവർ ആരാണെന്ന് വെച്ചാൽ അവർ ഈ ഒരു പ്രഗ്നൻ്റ് ആയ ലേഡീസിന് അത്രയും സപ്പോർട്ട് ചെയ്യുക, അവരുടെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതൊരിക്കലും അവരുടെ മനസ്സിലെ വെറുപ്പ് കൊണ്ടോ ദേഷ്യം കൊണ്ടോ നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നതല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രഗ്നൻസി.
ഓക്കെ, അപ്പോൾ പറയും പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നുള്ളതൊക്കെ. അങ്ങനെ പണ്ട് കാലത്തുള്ള പോലെ ഒന്നല്ലല്ലോ എല്ലാ കാര്യങ്ങളല്ലേ ഇപ്പോൾ. സോ അതൊന്നും വെച്ച് ആരും കമ്പയർ ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇനി ഇതുപോലെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയക്കാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.